ഗുഡ് മോർണിംഗ്. നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റിയിൽ 25,431 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ. അത് ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ അപ്പ് സൈഡിലേക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ. അതല്ല, നിഫ്റ്റിയിൽ 25,587 മുകളിലാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുക, താഴേക്ക് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയും ടാപ്പ് ചെയ്തിട്ടില്ല, അപ്പ് സൈഡ് ലിക്വിഡിറ്റിയും ടാപ്പ് ചെയ്തിട്ടില്ല. ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഏതും മീൻസ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എൻട്രി ഒന്നും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ മാർക്കറ്റിന് ഇന്നലെയൊക്കെ എന്താ പറയുക, ഭയങ്കരമായൊരു ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷനാണ് നിഫ്റ്റിയിലൊക്കെ കാണുന്നത്. നിഫ്റ്റിയിലാട്ടോ, എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റിയിൽ അത്ര കാണുന്നില്ല. മാനിപ്പുലേറ്റ് ചെയ്യണ പോലെ നമ്മളിപ്പോൾ ഈ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ന്യൂസ് കേട്ടുകൊണ്ടാണ് അറിയില്ല, ഫുള്ള് മാനിപ്പുലേഷൻ പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ ക്യാൻഡിൽസൊക്കെ ഒരുമാതിരി എന്താ പറയുക, ഭയങ്കര ഒരു ഫാള്, പിന്നെ അതേപോലെ അപ്പ്. നമുക്കൊരു നമ്മൾ നോർമലി കണ്ടുവരുന്നൊരു പ്രൈസ് ആക്ഷൻ ഉണ്ടല്ലോ മാർക്കറ്റിൽ. നിഫ്റ്റിയൊക്കെ അത്രയും ലിക്വിഡിറ്റി ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര മാനിപ്പുലേഷൻ നടക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ മാർക്കറ്റിൻ്റെ ഇന്നലെയൊക്കെ അങ്ങനെയായിരുന്നു പ്രൈസ് ആക്ഷൻ. ഇന്നും അതുപോലെ ആവുന്നൊന്നുമില്ല. ഏതായാലും നമുക്ക് ചാൻസ് വരട്ടെ. ചാൻസ് വരുമ്പോൾ നോക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. നല്ല അവസരം വരുമ്പോൾ ഒരു ട്രേഡ് എടുക്കുക. SL ആണെങ്കിൽ അത് അംഗീകരിക്കുക, ടാർഗറ്റ് ആണെങ്കിൽ അത് അംഗീകരിച്ച് മാറി നിൽക്കുക എന്നേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ലിക്വിഡിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ 57.60 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. മാർക്കറ്റ് അതിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ. ഇനി അതല്ല, മാർക്കറ്റ് 57,678 ടാപ്പ് ചെയ്യണമെങ്കിൽ താഴേക്കായിരിക്കും നോക്കാം. ഇപ്പോൾ ഏതായാലും ഡൗൺ സൈഡ് ലിക്വിഡിറ്റിൻ്റെ അടുത്താണ് മാർക്കറ്റ് ഉള്ളത്. അതായത് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലേക്ക് നോക്കാം. ഏതാണോ നോക്കാം നമുക്ക് ടച്ച് ചെയ്യുന്നത്. ഏതായാലും ചാൻസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:45, സോറി 9:44. നമുക്ക് എന്താ പറയുക, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ എടുക്കാം. കാരണം ഇന്ന് രാവിലെ മാർക്ക് ചെയ്ത കറക്റ്റ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തു ബാങ്ക് നിഫ്റ്റി. അതിനുശേഷം ഒരു അഗ്രസീവ് എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. നിഫ്റ്റിയിൽ അങ്ങനെ ഒരു ലിക്വിഡിറ്റി ഒന്നും തോന്നിയിട്ടില്ല. 5 മിനിറ്റ്സ് ഓക്കെ നോക്കാം. ബാങ്കിൽ എടുക്കുക. ഏതായാലും ബാങ്കിൽ തന്നെ ഒരു അഗ്രസീവ് എൻട്രി ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഹയർ ടൈം ഫ്രെയിം 15 പ്രീവിയസ് ഡേൻ്റെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു. 1 മിനിറ്റിൽ ഒരു അഗ്രസീവ് എൻട്രി തരാനുള്ള ഒരു ഏരിയയാണ്. മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 57-53 റേഞ്ചിലൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ എടുക്കാം. 57,000 കോൾ ഓപ്ഷൻ പ്രൈസ് 847 ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഏരിയയിലേക്ക് വരുന്നുണ്ട്. ടാപ്പ് ചെയ്തോ? ലോ പ്രൈസ് എത്രയാണ്? ഇല്ല, ടാപ്പ് ചെയ്തില്ല. എടുത്തിട്ടുണ്ട്, ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോ വന്നിട്ടുണ്ടല്ലേ? ലോ എടുത്തിട്ടുണ്ട്. നമുക്ക് ബൈ ചെയ്യാം. 837.96 നമുക്ക് ബൈ ഓർഡർ കിട്ടിയത്. നമ്മുടെ SL 18 പോയിൻ്റാണ് ഞാൻ കൊടുത്തത്. അതായത് 3,000 താഴെ വരുള്ളൂ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ, 2,700 റേഞ്ചിലൊക്കെ. ടാർഗറ്റ് 1:5 വെക്കാം. ഇനി അതല്ല, പുതിയ ലിക്വിഡിറ്റി ഏതെങ്കിലും ക്രിയേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഇറങ്ങിയിട്ട് വേണം നിഫ്റ്റിയിൽ കയറാം. നിഫ്റ്റിയിൽ ഇപ്പം ഇന്ന് മാർക്കറ്റ് എന്താ പറയുക, പ്രീവിയസ് ഡേയുടെ ലിക്വിഡിറ്റി ഏരിയ ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ്സിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു പ്രൈസ് ആക്ഷൻ വരികയാണെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നിഫ്റ്റിയിൽ കയറുകയും ചെയ്യാം. നോക്കാം. അല്ലെങ്കിൽ പിന്നെ നോക്കാം അവിടെ പ്രൈസ് വെയിറ്റ് ചെയ്യും. അതെല്ലാം മാർക്കറ്റ് നേരെ വീണ്ടും താഴേക്ക് തന്നെയാണ് നമ്മുടെ SL അടിച്ചു പോവുകയും ചെയ്യും. അതാണ് ഉണ്ടാവുക. ഏതായാലും ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. പ്രോഫിറ്റിലാണ് ഇപ്പോൾ. അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയില്ല. ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയം ആ ഏരിയയിൽ നിന്ന് തന്നെ ഒരു മൊമെൻറ്റം കിട്ടി. പൊതുവേ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്യാറുണ്ട്. അതിൽ ചിലപ്പോൾ പ്രൈസ് പ്രോഫിറ്റിലേക്ക് വരാറുണ്ട് പെട്ടെന്ന്. അതേപോലെ ചില സമയങ്ങളിൽ അത് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ പോകും. ചിലപ്പോൾ നമുക്ക് താഴേക്ക് വന്ന് വീണ്ടും SL അടിക്കും. പക്ഷേ ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ മാർക്കറ്റ് എപ്പോഴും റിയാക്ഷൻ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യം. ഏതായാലും ഈ ഒരു സിംഗ് ഹൈ എടുക്കുമ്പോൾ നമുക്ക് പുതിയൊരു 5 മിനിറ്റ്സ് ഐഡിയസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും റീ എൻട്രി ചെയ്യാം, അഥവാ മുകളിലേക്ക് പോവുകയാണെങ്കിൽ. അതല്ല, താഴേക്കാണെങ്കിൽ SL നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിനോട് കുഴപ്പമൊന്നുമില്ല. മാക്സിമം പോയാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുന്നുള്ളൂ. ഏതായാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ സിംഗ് ഹൈൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ആണെങ്കിൽ നമുക്ക് ആ സിംഗ് ഹൈ എത്തുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും പ്രീമിയം സെയിം ഏരിയയിലേക്കോ അല്ലെങ്കിൽ
5 മിനിറ്റ്സ് IDX എടുക്കാൻ വരുമ്പോൾ വീണ്ടും റീ എൻട്രി ചെയ്യുക. കാരണം നമ്മൾ ടാർഗറ്റ് വെച്ചത് ഡേ ഹൈ ആണ്. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മുകളിൽ പോകാതെ ചിലപ്പോൾ ഒരു സ്വിംഗ് ഹൈ എടുത്തതിന് ശേഷം വീണ്ടും ഓക്കെ സ്വിംഗ് ഹൈ എടുത്തിട്ടുണ്ട്. സ്വിംഗ് ഹൈൻ്റെ എടുത്തിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും റീ എൻട്രി ചെയ്യുക. കാരണം നമുക്ക് പ്രീമിയം കിട്ടിയ റേഞ്ചിലേക്ക് തന്നെ ചിലപ്പോൾ താഴേക്ക് എഗെയിൻ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി വരും മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഡേ ഹൈ ടാർഗറ്റാണ് നമ്മുടെ. പക്ഷേ മാർക്കറ്റ് എന്താ പോവുകയാണല്ലോ. നമ്മൾ ഒന്ന് നോർമലി നമ്മൾ കണ്ടുവരുന്നൊരു പ്രൈസ് ആക്ഷനാണ്. ഒന്ന് മാർക്കറ്റ് മൂവ് ചെയ്യണ പോലെ കാണിച്ചിട്ട് വീണ്ടും താഴെ വന്നിട്ട് മൂവ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചാൽ പൊതുവെ അങ്ങനെ എക്സൽ അടിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നിഫ്റ്റിയിലും ഒരു പുതിയ ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ട്. അത് 25,477. ഇനി ഇവിടെ വന്നിട്ട് ടാപ്പ് ചെയ്യാൻ നമുക്ക് മുകളിലേക്ക് വേണമെങ്കിൽ നോക്കാം. നിഫ്റ്റിയിൽ ബാങ്ക് മാറ്റിയിട്ട് നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയും അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട് സെയിം ഒരു പാറ്റേൺ. ഒരു എന്താ പറയുക 57,47 ഇങ്ങോട്ട് താഴേക്ക് തന്നെ വരികയാണെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക ഡേ ഹൈ എടുക്കും. പക്ഷേ ചിലപ്പോൾ അത് വീണ്ടും താഴെ വന്ന് ലിക്വിഡിറ്റി എടുത്തിട്ടൊക്കെ ആയിരിക്കും എടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു എൻട്രി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ട്രേഡിൽ നിന്ന് ഇറങ്ങാൻ കാരണം ട്രേഡ് എടുത്തതിന് ശേഷം പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയതാണ്. നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഡയറക്റ്റ് പോയിട്ട് ടാർഗറ്റ് അടിക്കുമെന്നും അറിയില്ല. ഏതായാലും വരികയാണെങ്കിൽ നമുക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യേണ്ട. താഴേക്ക് ഒന്നും കൂടി വരികയാണ്. കാരണം പലപ്പോഴും അങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും റീ എൻട്രി ചെയ്യാൻ വേണ്ടി നോക്കിയത്. പക്ഷേ മുകളിലേക്ക് പോകുമെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ എക്സിറ്റ് ചെയ്ത പ്രൈസൊക്കെ 867 ഇപ്പോൾ 880 ഉണ്ട്. നല്ലൊരു സ്പൈക്ക് വന്നിട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ഇനി താഴേക്ക് വരികയാണ് ഒന്ന് കൂടി നോക്കാം മുകളിലേക്ക് തന്നെ. അല്ലെങ്കിൽ പോട്ടെ, ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:23 നമ്മുടെ ആ ഒരു ട്രേഡ് ഉണ്ടല്ലോ, രാവിലെ എടുത്ത ആ ഒരു ട്രേഡ് എക്സാക്ട്ലി ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതായത് നമ്മൾ നേരത്തെ എഗെയിൻ താഴെ വന്നിട്ട് ലിക്വിഡിറ്റി എടുക്കും എന്നൊക്കെ പ്ലാൻ ചെയ്ത് നിന്നതാണ്. പക്ഷെ അതൊന്നും എടുത്തില്ല. ഒരു ഇന്റേണൽ 5 മിനിറ്റ്സ് ഒക്കെ ജസ്റ്റ് തൊട്ടങ്ങോട്ട് വീണ്ടും പോയി. പക്ഷേ അവിടെ നിന്ന് എൻട്രി ഒന്നും തോന്നിട്ടില്ല. ഇന്റേണൽ പിന്നെ നമ്മൾ എടുക്കില്ല, പ്രോപ്പറായിട്ടുള്ള ട്രേഡ്. പക്ഷെ നമ്മൾ 867 ഇറങ്ങിയ സാധനം ഇപ്പോൾ 942 അതായത് നമ്മൾ എൻട്രി എടുത്ത 837 100 പോയിന്റ്സ് ഇപ്പം മൂവ് ചെയ്ത് കറക്റ്റ് 1:5 അടിച്ചിട്ടുണ്ട് ടാർഗറ്റ് ഏരിയയിൽ എത്തിയപ്പോൾ തന്നെ. പക്ഷെ നമ്മളൊന്നും കൂടെ റീ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇന്നാണെങ്കിൽ കറക്റ്റ് അതേപോലെ ട്രേഡ് എടുത്ത ഉടനെ തന്നെ നന്നായിട്ട് മുകളിലേക്ക് പോയി. കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയതെങ്കിലും നമ്മൾ 10 മണിക്കൊക്കെ എക്സിറ്റ് ചെയ്തില്ല. ഇപ്പോൾ 12:30 2.5 മണിക്കൂറായി. മാർക്കറ്റ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. പ്രീമിയം 100 പോയിന്റ് അടിച്ചും ചെയ്തു. നിഫ്റ്റി ആണെങ്കിൽ 5 മിനിറ്റ്സ് IDX തൊട്ട് മുകളിലേക്ക് ഞാൻ പറഞ്ഞില്ല, വെറുതെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു പ്രൈസ് മൂവ്മെൻറ്റ് പോലെ തോന്നുന്നു മാർക്കറ്റിന്. അൺവാണ്ടഡ് എന്നല്ല, മീൻസ് 1 മിനിറ്റിലൊക്കെ എന്തൊക്കെ ഒരു പ്രൈസ് ആക്ഷൻ, ജസ്റ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ പറക്കുക. നമുക്ക് ഒരു എൻട്രി അവസരമൊന്നും തരുന്നില്ല. അതുകൊണ്ടാണ് എഗെയിൻ ഞാൻ മറ്റേ റീ എൻട്രി എന്ന് പറഞ്ഞ ഓഫ് സൈഡിലേക്ക് നോക്കാൻ വേണ്ടി ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയില്ലെങ്കിലും നിഫ്റ്റിയിൽ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ നിഫ്റ്റിയിൽ ടാപ്പ് ചെയ്തിട്ട് പറന്നുപോയി. ബാങ്ക് നിഫ്റ്റി അതേപോലെ ടാർഗറ്റും അടിച്ചു. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നല്ല അവസരം വരട്ടെ. സമയം 12:30 നോക്കാം. നല്ലൊരു ട്രേഡാണ് മിസ്സായത് അല്ലേ. കറക്റ്റ് എൻട്രി ആയിരുന്നു. നമ്മളത് 1:5 അടിക്കേണ്ട ട്രേഡാണ്. പക്ഷേ നമ്മൾ പ്രീവിയസ് ടൈമിലൊക്കെ കണ്ട ഒരു പ്രൈസ് ആക്ഷൻ പോലെ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് താഴെ വന്ന് ഒന്നുകൂടി ലിക്വിഡിറ്റി എടുത്ത് പോകുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. മാർക്കറ്റിന് പോകേണ്ട സമയത്ത് മാർക്കറ്റ് കറക്റ്റായിട്ട് പോകും. നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. സമയം 12:41 നമുക്ക് ഇപ്പം ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് നിഫ്റ്റിയിൽ. ഇവിടെ എക്സാക്ട്ലി ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് വരുമ്പോൾ നമ്മളൊരു പുട്ട് ഓപ്ഷൻ എടുക്കാൻ. കാരണം മാർക്കറ്റ് ഓവറോൾ ചെറുതായിട്ടൊന്ന് റിവേഴ്സ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. താഴെയുള്ളൊരു 5 മിനിറ്റ്സ് IDX അല്ലെങ്കിൽ 50 മിനിറ്റ്സ് IDX വരെയെങ്കിലും മാർക്കറ്റ് വരും. അതുവരെ ടാർഗറ്റ് വെക്കാം. നമുക്ക് ടാർഗറ്റ് ഏരിയ ഉണ്ട് അവിടെ. 25,550 എന്നൊക്കെ എൻട്രി എടുത്താൽ 25,503 താഴെ 500 റേഞ്ചിലൊക്കെ നമുക്ക് ടാർഗറ്റ് വെക്കാം. ഒന്നുകൂടെ ഒന്ന് മുകളിലേക്ക് വരണം മാർക്കറ്റ്. കാരണം ഇപ്പം മാർക്കറ്റ് ഉള്ളത് 25,546 വരെയൊക്കെ പോയി തോന്നുന്നുണ്ട്. 48 പോയിന്റ് സംതിങ് 2-3 പോയിന്റ് കൂടെ മുകളിൽ പോയിരുന്നെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. പക്ഷെ അവിടെ എത്തിയില്ല. വെയിറ്റ് ചെയ്യാം നമുക്ക്. വീണ്ടും മാർക്കറ്റ് തിരിച്ച് അവിടെ തന്നെ എത്തുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് 5 മിനിറ്റ്സ് സമയം 1:58 നമ്മൾ ആ ഒരു എൻട്രി കിട്ടിയിട്ടില്ല നിഫ്റ്റിയിൽ. കറക്റ്റ് അതിൻ്റെ തൊട്ടടുത്തുനിന്ന് 2 പോയിന്റ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് താഴേക്ക് ഇറങ്ങി. അപ്പോൾ 2 മണി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ട്രേഡ് ചെയ്യാൻ തോന്നില്ലെങ്കിൽ. കാരണം രാവിലത്തെ ട്രേഡ് തന്നെ ഉള്ളൂ. ഒരു മാർക്കറ്റ് ഒരു സുഖമില്ല. മാർക്കറ്റ് പലപ്പോഴും ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് മൂവ് ചെയ്യണമെങ്കിൽ ഒരു സുഖം തോന്നുന്നില്ല. അത് നോക്കാം. ഇനി നല്ല ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരൊറ്റ ട്രേഡിൽ നമുക്ക് ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്താലും. സമയം 2:23 നമുക്ക് ചെറിയൊരു സ്കാൽപ്പിംഗ് പോലെ നോക്കാം ഒരു ട്രേഡ്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 5 മിനിറ്റ്സ് IDX ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ
നമുക്ക് താഴേക്ക് ഒരു ട്രേഡ് നോക്കാം. താഴെയുള്ള 5 മിനിറ്റ്സ് ഐഡിയക്സ് വരെ നമുക്ക് എടുത്താൽ മതി. വളരെ ചെറിയ പോയിന്റ് ഉണ്ടാവുള്ളൂ, 1:2 അല്ലെങ്കിൽ 3ൻ്റെ റേഞ്ച്, 1:2 പോയിന്റ് സംതിങ് റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ. നിഫ്റ്റി സ്റ്റിൽ നമ്മൾ ആ ഒരു താഴേക്ക് വന്ന് നമ്മളെ ടാർഗറ്റ് വെക്കാൻ ഏരിയയിലേക്ക് എത്തിയിട്ടില്ല മാർക്കറ്റ്. നിഫ്റ്റി നല്ല പറക്കലാണ് പറക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ താഴേക്ക് വരുന്നുമില്ല, നിഫ്റ്റി നല്ല താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ബാങ്ക് നിഫ്റ്റി ആ മുകളിലേക്ക് വന്നാൽ നമുക്കൊരു ചെറിയൊരു സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്തു, ചെറിയൊരു റിവേഴ്സൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിഫ്റ്റിയിൽ നല്ല വരവ് ഓൾറെഡി വരുന്നുണ്ട്, പക്ഷേ നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി തരാതെ താഴേക്ക് വന്നു. ജസ്റ്റ് ചെറിയൊരു ഡിഫറൻസ് നമുക്ക് എൻട്രി മിസ്സായി നിഫ്റ്റിയിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിന് ആ ട്രേഡ്. ഇന്ന് രാവിലെ തന്നെ ഒരു ട്രേഡ് അങ്ങനെ പോയതാണല്ലേ, ടാർഗറ്റ് മീൻസ് ഫുൾ വെയിറ്റ് ചെയ്യാതെ പോയതാണ്. വീണ്ടും വരുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത് വന്നില്ല. രണ്ടാമതൊരു ട്രേഡ് എടുത്തത് കറക്റ്റ് എൻട്രീനെ തൊട്ടടുത്തുനിന്ന് മിസ്സായും ചെയ്തു. ഇനിയിപ്പം ഒറ്റ ട്രേഡ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ, ഇതുവരെ 2:30 ആയി. ഇനി നമുക്ക് സമയം കിട്ടുമോയെന്ന് അറിയില്ല. കുറേ സമയം കഴിഞ്ഞു, 2:45 ശേഷമൊക്കെയാണ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കൂല, ഞാൻ അപ്ഡേറ്റ് ചെയ്താലും. സമയം 3:26 മാർക്കറ്റ് അവേഴ്സ് ഏകദേശം കഴിയാനായി. നമ്മൾ രാവിലത്തെ ഒറ്റ ട്രേഡ് ചെയ്തിട്ടുള്ളൂ, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഒരുപാട് എന്താ പറയുക, മാർക്കറ്റ് നല്ല ഫാള് വന്നിട്ടോ നിഫ്റ്റിയിൽ. നമുക്ക് എൻട്രി തരാതെ നല്ലൊരു ഫാളാണ് വന്നത്. പിന്നെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്ത് ഞാൻ മുകളിലേക്ക് നോക്കിയില്ല, സമയം ഒരുപാട് ടൈം കഴിഞ്ഞു. 2:45 ശേഷം പിന്നെ നമുക്ക് എൻട്രി വന്നാൽ പിന്നെ ഞാൻ ചെയ്യാറില്ല പൊതുവേ. നന്നായിട്ട് മൂവ് ചെയ്തു മാർക്കറ്റ്, പക്ഷെ പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി കിട്ടിയില്ല നിഫ്റ്റിയിലും. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് ചെറുതായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ അപ്സൈഡിൻ്റെ തൊട്ടടുത്ത് ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു ചെറിയൊരു 5 മിനിറ്റ്സ് ഐഡീസ് ഒക്കെ ടാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതൊരു പ്രോപ്പറല്ല, ഇൻറ്റേർണൽ എന്നൊക്കെ പോകുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല മാർക്കറ്റ് ഏത് ലിക്വിഡിറ്റി ഏരിയ നിന്നാണ് വരിക, എവിടെ നിന്നാണ് വരിക. നമ്മൾ പ്രോപ്പർ ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക, കാരണം ഇതന്നെ കറക്റ്റ് വരണമെന്നൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ആ വിചാരിച്ച ട്രേഡും കിട്ടിയിട്ടില്ല, ബാങ്ക് നിഫ്റ്റിയിലും കിട്ടിയിട്ടില്ല. നിഫ്റ്റിയിൽ നമ്മൾ രാവിലെ പ്ലാൻ ചെയ്ത് അതും കിട്ടി, രണ്ടും കിട്ടിയിട്ടില്ല. ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാൻ ജസ്റ്റ് വിചാരിച്ച രണ്ടും നമുക്ക് എൻട്രി വന്നിട്ടില്ല. നമ്മൾ എൻട്രി കറക്റ്റ് ഏരിയയിൽ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എത്തിയില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇമോഷണലി പ്രശ്നം വരും. ചാടി കയറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓവർ ട്രേഡ് ചെയ്യാനൊക്കെ ടെൻഡൻസി വരും. അപ്പോൾ മാക്സിമം ആ ഒരു ടെൻഡൻസി കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാതിരിക്കുന്നത്. ഏതായാലും ഇനി ട്രേഡ് ഒന്നുമില്ല, ഇനി നാളെ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.